ഇപ്പം നമ്മൾ ചോറ്റാനിക്കര പോവാണ്. ഇപ്പം നമ്മൾ വൈറ്റില ഹബിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഏകമോൾ ഉറങ്ങി, വ്ളോഗ് എടുക്കാൻ ലേറ്റായി. ലേറ്റായിട്ടൊന്നുമില്ല, എത്തണേ ഉള്ളൂ അമ്പലം. നമ്മൾ നല്ല ലേറ്റായിട്ടുണ്ട്. നല്ല മഴയാണ്. ഇപ്പം മഴയില്ല. അല്ല, നേരത്തെ മുതൽ മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ലേറ്റായത്. ഈ വീഡിയോ എങ്കിലും ഞാൻ മാക്സിമം എൻഡ് ചെയ്യും. മാക്സിമം വിഷ്വൽസൊക്കെ ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നല്ല ഉറക്കം. എത്തവണത്തെ പോലെ എൻ്റെ കോസ്റ്റ്യൂം ഇത് തന്നെയാണ്. കാരണം ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. എൻ്റെ തന്നെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പറയുകയല്ല, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടബിളാണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഗൈസ് ഇനി 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. നമ്മൾ ഹിൽ പാലസ് ഒക്കെ കഴിഞ്ഞു വന്നു. മ്യൂസിയം ഇനി ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അമ്പലം എത്തും. സമയം നല്ല അതിക്രമിച്ചിട്ടുണ്ട്. സമയം ഞാൻ പറയുന്നില്ല. സമയം പറഞ്ഞാൽ ഈ സമയത്താണ് അമ്പലത്തിൽ പോകണമെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഞാൻ സമയം പറയുന്നില്ല. അവിടെ നട അടച്ചില്ല എന്നുണ്ടെങ്കിൽ കാണാം, അത്രയാണ്. ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. രാവിലെ കുറച്ച് എണീക്കാൻ കുറച്ച് വൈകിപ്പോയി. നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? നമ്മൾ ചോറ്റാനിക്കര എത്തി. അമ്പലം കടക്കുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട്. നമ്മൾ സ്പീഡിൽ പോകുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ സമയം പറയുന്നില്ല. ലേറ്റ് അല്ല ഗൈസ്, ഇവിടെ എല്ലാവരും ഈ സമയത്താണ് വരുന്നത്. നമ്മൾ താഴേക്കാവും മേലേക്കാവും തൊഴുതതിന് ശേഷം കുളത്തിൻ്റെ അവിടെ പോയി നിന്നു. പക്ഷേ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അന്നദാനത്തിൻ്റെ അവിടെയും പോയി ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. അപ്പോൾ തൊഴുതിറങ്ങിയപ്പോൾ തന്നെ 12 മണി 12:30 ആയപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. എന്നിട്ട് ഞങ്ങളൊരു മസാല ദോശയും നെയ് റോസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏകമോളും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ സ്റ്റെപ്പൊക്കെ കാണുമ്പോൾ അങ്ങനെ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അവൾ കൂടെ ഫുള്ള് കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെരുപ്പ് വെച്ച ടോക്കൺ മിസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ചെരുപ്പൊക്കെ തരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ആ സ്റ്റോളിൽ നിന്ന് നമ്മളൊരു ചെണ്ട മാത്രമേ മേടിച്ചോളൂ കേട്ടോ. ഒരു ചെണ്ട ഏകമൂക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ലേറ്റാണെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ ലേറ്റായില്ല ഗൈസ്. നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നു കേട്ടോ. ഐ മീൻ ഞങ്ങൾക്ക് ശേഷം കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല 11:30ക്കാണ് നട തുറന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ നട തുറന്നടച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ ഏട്ടൻ വണ്ടി എടുക്കാൻ പോയപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ പറയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ ശരിക്കും വീഡിയോയിൽ കാണുന്നില്ല. ഇപ്പം ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്, പക്ഷേ അതിലൊന്നും മഴ എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കാറിൽ കയറിയ ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം. അത്രയും മഴയായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ കുടയും അല്ലച്ച റെയിൻകോട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മഴയത്ത് അധികം നമുക്ക് ഇറങ്ങി നടക്കാനും പറ്റില്ലല്ലോ. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്നാമത് പറയുന്ന ആ ടൈമിൻ്റെ കാര്യമാണ്. ആക്ച്വൽ ടൈം ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പറയണില്ല എന്ന്. സംഭവം ഞങ്ങൾ 11 മണിയാകുമ്പോഴാണ് അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നേരത്തെ നല്ല മഴയാണ്, പക്ഷെ വീഡിയോയിൽ ശരിക്കും മനസ്സിലാവണില്ലായിരുന്നു. ബട്ട് കാറിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും കേട്ടോ. നല്ല മഴയാണ്, ഹെവി റെയിനാണ്. നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നിരിക്കുന്നത്. ഹെവി റെയിൻ പറഞ്ഞാൽ ഹെവി റെയിനാണ്. നമ്മൾ നല്ല വൃത്തിക്ക് തൊഴുതു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ലേറ്റാണെന്ന്, പക്ഷെ ഞങ്ങൾ നേരത്തെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചോറ്റാനിക്കരയിൽ നിന്ന് മേടിച്ചതാണ് ഈ ഒരു ചെണ്ട. അവളത് ചെണ്ടയും കൊട്ടി കളിക്കുവാണ്. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാര്. അവൾക്ക് കൊട്ടാനെന്ന് അറിയാം. കൊട്ടാനൊക്കെ അറിയാം കേട്ടോ. എക്സ്പെർട്ട്. ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ബട്ട് ഇതാണ് ഏകമോളുടെ ഔട്ട്ഫിറ്റ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഇതാണ് ഏട്ടൻ്റെ ഔട്ട്ഫിറ്റ്. ഏട്ടൻ്റെ എപ്പോഴും കോമൺ ആണ്, കാരണം അത് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ അയൺ ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണത്. ഉള്ള
ചെയ്യണം. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുഴപ്പമില്ല. അവള് കളിക്കുകയാണ്. ഏകമോൾ ഒരു ഹായ് പറ. ഹായ് പറ. ഹായ്. അവള് ഹായ് ഒന്നും പറയാനായിട്ടില്ല. അവൾ അപ്പിക്കുട്ടിയാണ്. ഹിൽ പാലസിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ചോറ്റാനിക്കര വന്നപ്പോൾ തിരിച്ചു പോകണമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഹിൽ പാലസ് മ്യൂസിയം. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നു. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്നു. അച്ഛനും മോളും കൂടെയാണ് ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കണം. എന്നെ കൂട്ടിയിട്ടില്ല. ഞാൻ പോയതുമില്ല. കാരണം എന്തിനാ പ്രതി മഴയത്ത് അങ്ങോട്ട് പോണത്. പിന്നെ ഇവളാണെന്നുണ്ടെന്ന് വെച്ചാൽ ഏട്ടൻ സീറ്റ് ബെൽറ്റ് ഊരി അപ്പോൾ അങ്ങോട്ട് ചാടും. അങ്ങനെ പോയതാണ്. പോയിട്ട് വരട്ടെന്ന് ഞാനും വിചാരിച്ചു. എന്താ ഹിൽ പാലസ് പോയിട്ട് ഇപ്പം സമയം 1 മണിയായി. 12 എന്നൊക്കെ പറയാൻ നിന്നാ, പക്ഷെ 1 മണിയായി സമയം. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അല്ല, ഇവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകും. ഒരുവിധം ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കണമെന്ന് ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നു. പിന്നെ വ്ളോഗ് എന്ന് പറയാനൊന്നുമില്ല, ഞാൻ ചുമ്മാ അങ്ങനെ സംസാരിക്കണം, അത്ര തന്നെ ഉള്ളൂ. ചുമ്മാ സംസാരിക്കുക മീൻസ് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ മെമ്മറീസ് അല്ലേ, അപ്പോൾ ഇതിലിങ്ങനെ അപ്ലോഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് എടുക്കാൻ എനിക്ക് അറിയത്തുമില്ല. അത് ഞാൻ എല്ലാ വ്ളോഗിലും സ്ഥിരം ഡയലോഗ് പറഞ്ഞിട്ട് മടുത്തിട്ടുണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എടുക്കാൻ വയ്യ എന്നുള്ളത്. ബട്ട് അതാണ് സത്യം. എനിക്ക് അങ്ങനെ അലങ്കാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. ബോറടിക്കുന്നുണ്ടാവും. എന്തായാലും മ്യൂസിയം കാണാം, ബോറടിക്കണ്ട. പിന്നെ നമ്മൾ മ്യൂസിയം എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മണിക്ക് മ്യൂസിയം തുറക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതുവരെ കുറച്ച് നേരം കാറിലിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്താ കാറിലിരുന്നിട്ട്, കാരണം നമ്മുടെ കയ്യിൽ കുടയില്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഒന്ന് മഴ കുറഞ്ഞപ്പോൾ നമ്മൾ നടന്നിട്ട് അതിൻ്റെ മേലെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ കാണാനുണ്ട്. അതായത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാം. ടിക്കറ്റ് എടുക്കാതെ നമുക്ക് പുറത്തൊക്കെ ഉള്ള കാഴ്ചകൾ കാണാം കേട്ടോ. പക്ഷേ പുറത്ത് തന്നെ ഒരുപാട് കാണാനുണ്ടായിരുന്നു. കുറേ നടന്ന് കാണാനുണ്ടായിരുന്നു. മാനൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവിടെ വളർത്തണ മാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറേ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറയണ്ടായിരുന്നു, ഇതൊക്കെ കെട്ടിയ ആൾക്കാർ സമ്മതിച്ചു കൊടുക്കണം. കാരണം ഒരു റോഡ് എക്സ്ട്രാ വഴി ആയിട്ട് അങ്ങനെയുണ്ട്. പിന്നെ സ്റ്റെപ്പ് എക്സ്ട്രാ ഉണ്ട്. സംഭവം ഭയങ്കര കുറേ കാണാനുണ്ട്. പക്ഷെ നമുക്ക് മഴ ആയതുകൊണ്ട് ഒരുപാട് ചുറ്റി നടന്നൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് ശേഷമാണ് കാണുന്നത്. ഇത് പിന്നെ എന്താ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ്. നമ്മൾ ആ ഭാഗത്ത് മഴ പെട്ടെന്ന് പെയ്തപ്പോൾ കയറി നിന്നതാണ്. ഇതൊക്കെ പിന്നെ 2 മണിക്ക് ശേഷം തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ കുറേ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് മറ്റേ മണിച്ചിത്രത്താഴത്തെ ഒരു വഴി ഉണ്ടായിരുന്നല്ലോ. അതിലൊക്കെ ആ സിനിമയിലൊക്കെ ഈ വഴിയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ നടന്ന് കുറേ കുളക്കടവിലേക്കാണ് പോകണം കേട്ടോ. അത്രയും വലിയ നീണ്ട വഴിയായിരുന്നു. പിന്നെ ആ വഴി നീളെ കുറേ കപ്പിൾസ് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തില്ല. ഞാൻ സദാചാരം പറയുമെന്നല്ല കേട്ടോ, ഞാൻ അവരെ പ്രൈവസീനെ മാനിച്ചുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുത്തില്ല. കാരണം ഓരോ കോർണേഴ്സിലും കുറേ കപ്പിൾസ് ഉണ്ടായിരുന്നു. ഞാൻ അതാണ് പിന്നെ ഒറിജിനൽ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതാണ് വോയിസ് ഓവർ പിന്നീട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളതിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഫുള്ള് കപ്പിൾസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വഴി ശരിക്കും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകമോളെ പിന്നെ അവൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ ഭയങ്കര ത്രില്ലായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയായിരുന്നു. കുറച്ച് നേരമൊക്കെ നടത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഈ കാണുന്ന സ്റ്റെപ്പ് ഫുള്ള് അവൾക്ക് കയറി ഇറങ്ങണം. അപ്പം നമ്മൾ ഇറക്കിയിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് തിരക്കുള്ള സമയത്ത് നമുക്ക് ഇറക്കി വിടാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. കാരണം ചിലവർ ധൃതിപ്പെട്ടിട്ടായിരിക്കും നടക്കുക. അപ്പോൾ ഈ കുട്ടികളുടെ ഇടയിലുള്ളതൊന്നും കാണില്ല. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കുളം കാണാൻ എന്നാണ് ഞാൻ ഇതിൻ്റെ ഒറിജിനലിൽ പറയുന്നത് കേട്ടോ. കാരണം ഞാൻ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുളക്കടവ് കാണാം. പക്ഷേ കുളം തുറന്ന് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് അടച്ചിരിക്കുകയായിരുന്നു. നമുക്ക് പക്ഷേ കുളത്തിൻ്റെ അവിടെ വരെ പോയി നോക്കാം. പിന്നെ ഞാൻ ആ കുളത്തിൻ്റെ അവിടെ വരെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ ഞാൻ നടക്കണ വീഡിയോ എടുക്കുക, ഇരിക്കണ വീഡിയോ എടുക്കുക എന്നൊക്കെ ഏട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ വീഡിയോ ഒന്നും അത്രയ്ക്ക് ഡൈജസ്റ്റ് ആയില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ അങ്ങനെ കുളക്കടവൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. കുളക്കടവ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ എന്തോ അവർ പറയണ കേട്ടു ഇപ്പം ഓപ്പൺ ചെയ്ത് കൊടുക്കാറില്ല. മുമ്പ് അതേപോലെ എന്തോ ആരോ വന്നിട്ട്
വെള്ളത്തിൽ വീണു അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, അതിനെപ്പറ്റി അന്വേഷിക്കാനും പോയില്ല. പക്ഷെ കുളം തുറന്നിട്ടില്ല. പിന്നെ തിരിച്ച് ഞങ്ങൾ പിന്നെയും കയറിപ്പോയി. അതിനിടയിൽ ഏകമോളും കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാ അവള് കയറുന്നേ? എന്നാലും ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ആളെ സമ്മതിച്ചു കൊടുക്കണം. നോക്കി നോക്ക്, കൊളക്കാട് വഴിക്ക് പോണേക്കാട്ടി മുമ്പ് ഒരു എന്താ ഇപ്പോൾ പറയുക, ഒരു നടുമുറ്റം ഒക്കെയുള്ള ഒരു എന്താ ഒരു വീട്. പിന്നെ നമുക്ക് ഇതൊരു വീടായിട്ടല്ലേ തോന്നുന്നത്, കാരണം അത്രയും നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ആ തുളസിയുടെയൊക്കെ ഒരു നടുമുറ്റമൊക്കെ ഉള്ള ഒരു വീടിൻ്റെ പ്രതീതിയാണ്. അപ്പം ഞാനത് കൂടെ നടക്കുന്നൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നല്ല ക്യാമറയും നല്ല മേക്കപ്പൊക്കെ ചെയ്ത് സാരിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് വെച്ചാൽ അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. അങ്ങനെ കുറേ പേര് എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊന്നാമത് അതിനുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് എടുത്തില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടക്കണ വീഡിയോ എടുത്ത് വെച്ചിട്ട് എടുത്തതാണ്. പക്ഷേ എനിക്ക് ആൾക്കാരെ നോക്കുന്ന സമയത്ത് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് ക്യാമറയിൽ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസിനൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതൊക്കെ ആൾക്കാരില്ലാത്ത സ്ഥലത്തു നിന്നാണ് ഞാൻ നടക്കണത് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ നടന്നു പോയിട്ട് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഊഞ്ഞാലിലൊക്കെ കുറേ നേരം കയറിയിരുന്ന് ഏകമോൾക്ക് ഊഞ്ഞാലാടാൻ ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ അവളെയും മടിയിലിരുത്തിയിട്ട് ഊഞ്ഞാലാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ആടി കുറച്ച് നേരം, പിന്നെ ഞാൻ ഏകമോളെയും ഇരുത്തിയിട്ട് ആടി. ഇതൊക്കെ ഞാൻ ആടുന്ന വീഡിയോ ആണ്. ആക്ച്വലി ഇതിന് ശരിക്കും മറ്റേ മനുഷ്യപുരത്തായിട്ട് അടിക്കോ കുട്ടിക്ക് ഒന്നുമില്ല എന്നുള്ള ഓഡിയോ ആയിരുന്നു മാച്ച്. കാരണം ഞാനും ആടിനെ കണ്ടിട്ട് ഏട്ടൻ അവിടെ നിന്ന് ചിരിക്കുമായിരുന്നു. പിന്നെ കുഞ്ഞാവയും വന്നിട്ട് കുഞ്ഞാവയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അവൾ പെട്ടെന്ന് എന്തിലെങ്കിലും കയറിയാലോ ഇരുന്നാലോ ആരെങ്കിലും കണ്ടാലൊക്കെ ഉള്ള ഒരു എക്സ്പ്രഷനാണ് ഈ തല താഴ്ത്തി ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുക. അതേപോലെയായിരുന്നു ഇപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവൾ പെട്ടെന്ന് അതിൽ കയറിയപ്പോൾ അവൾ തല താഴ്ത്തി ഇരുന്നിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അവൾക്ക് ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്കാണെന്ന് ഇവളെയും പിടിച്ചിരിക്കുമ്പോഴേക്കൊരു പേടി, എനിക്ക് ആടാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് വന്നാൽ ഏട്ടൻ ഇരുന്നോ, ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇതാക്കി. അവൾക്ക് ആരെങ്കിലും ഇരുന്നാൽ മതി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഏട്ടനും അവളെ ഇരുത്തി ഊഞ്ഞാലാടി. അവിടെ ഈ ചുറ്റിലും തന്നെ കുറേ കാണാനുണ്ട്. പിന്നെ കുറേ ഫോറസ്റ്റ് ഏരിയ, പിന്നെ എന്താ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചുറ്റുപാടും കുറേ ഒന്നും കണ്ടിട്ടില്ല. മഴ ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. ശരിക്കും മഴ ഇല്ലാന്ന് കണ്ട് വൈകുന്നേരം രാത്രിയൊക്കെ ആവണം. അത്രയും കാണാനുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു മാനുള്ള സ്ഥലം മാനുള്ള ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സൂം ചെയ്തിട്ട് ഒരു 1, 2, 3 അവിടെ നിൽക്കണതേ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ അപ്പുറത്തുണ്ടല്ലോ ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. ഒരുപാട് മാന, കുറേ ഉണ്ടായിരുന്നു മാനകൾ. പിന്നെ അതുകൂടെ എന്താ ഫോറസ്റ്റ്, അത് ശരിക്കുള്ള ഓഡിയോയിൽ ഞാൻ പറയണത് കണ്ടോ, അതൊക്കെ ആൾക്കാരിങ്ങനെ നടന്ന് പോണതാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു കമൻട്രി പറഞ്ഞതാണ്. പിന്നെന്താ, പിന്നെ അങ്ങനെ കുറേ ഞാൻ പറഞ്ഞില്ലേ അവിടെ ചെറിയൊരു ക്യാൻറ്റീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെ പരീക്ഷിത് തമ്പുരാൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എവിടെയോ ആണ് അങ്ങേരുന്നത്. വേണ്ട, നമ്മൾ വെറുതെ എന്തിനാ കല്ലറൊന്നും കണ്ട, വാ പോവാം നമുക്ക്. ഇതാണത്, പാവം. 1052. അയ്യോ, ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കാരണം മഴയത്ത് നമ്മുടെ അടുത്ത് കുടയില്ല. അതിൻ്റെ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. വേറെ നമ്മൾ എല്ലാം നല്ല രീതിക്ക് കാണുന്നുണ്ട്. പക്ഷെ കൂടുതൽ സ്ഥലങ്ങൾക്ക് പോകാൻ പറ്റാത്തതിന് കാരണം മഴയാണ്, അല്ലേ ഏട്ടാ? മഴയൊന്നുകൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മ്യൂസിയമായിരിക്കും. രാജാവിൻ്റെ കുപ്പി, കത്തി, വാള്. നമ്മൾ പിന്നെ നടന്നിട്ട് അവിടെ ഓപ്പൺ ആവാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. 2 മണിക്കായിരുന്നു ഓപ്പണിങ്. അപ്പോഴേക്കും ചുറ്റി നടന്ന് മെയിൻ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തണമായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെയും കുറേ നടന്നു. പിന്നെ നമ്മളിങ്ങനെ ഈ പ്ലേസസൊക്കെ കാണുമ്പം മണിച്ചിത്രത്താഴ് സിനിമയിൽ അതായിരുന്നു അതെന്നൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് ഇങ്ങനെ സിനിമ കണ്ടാൽ ഒന്നും കൂടെ ആ ലൊക്കേഷൻ മനസ്സിലാവുള്ളൂ.
പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് നമുക്ക് അവിടെ വീഡിയോ അലൗഡ് അല്ല, ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കതിനെ പറ്റി അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂ ആവുമോ എന്ന് അങ്ങനെയൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, അല്ല ഇടുന്നില്ല കേട്ടോ. വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അതൊന്നും ചെയ്യാത്ത കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുറേ നടന്ന് കാണാണ്ടായിരുന്നു. എന്താ അടിപൊളിയായിട്ട് ഇതൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കണത്. കാരണം കുറേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഒരുപാട് പഴക്കമുള്ളതായത് കൊണ്ട് ഇതാണ്ട് അവിടെയൊക്കെ അത്യാവശ്യം ചോർച്ചയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഏകമോളെ നിലത്തിറക്കിയപ്പോൾ അവൾ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അവൾ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഒരു താളം പിടിച്ച് പറയുകയാണെന്ന് വെച്ചാൽ തന്നെ ഡാൻസ് കളിക്കും കേട്ടോ. അവൾക്ക് കൈ ഇങ്ങനെ പൊന്തി വരും. ഇപ്പം എന്തെങ്കിലും ഒരു താളാത്മകമായിട്ട് എവിടെന്നെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അവളപ്പം കൈ പൊന്തിച്ച് ഡാൻസ് കളിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാറിൻ്റെ ചോട്ടിൽ തന്നെ എൻ്റെ ടിക്കറ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ പോയി ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ, കിട്ടിയ ഭാഗ്യത്തിന്. ചോറ്റാനിക്കര പോലെ തുടങ്ങുന്ന യാത്രയാണ്. ഇപ്പം സമയം 4 മണി ആയി. നമ്മളതിനിടയിൽ 10 മണിക്ക് ഇറങ്ങിയതാണ്. പോയിക്കോളാം. അയ്യോ ഒരു മിനിറ്റ്, ഈ കുട്ടി ബാഗിന് കുട്ടിക്കറിയാം. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഹിൽ പാലസ് പോയി. അതിൻ്റെയൊക്കെ വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ സെയിൽ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് പോയി. വെറുതെ കയറി ഇറങ്ങി, ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ അപ്പോഴേക്കും പിന്നെ 3-3:30 ആയപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. ചോറ് കഴിച്ചിട്ടോ, ലോ ബഡ്ജറ്റായിരുന്നു, അതുകൊണ്ട് ചെറിയ ചോറ് കഴിച്ച് ഇപ്പം അതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. നമ്മളൊരു ഭയങ്കര യാത്രയായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഇഷ്ടപ്പെടാൻ വല്ല വഴിയില്ല, എന്നാലും ജസ്റ്റ് കണ്ടു നോക്കുക. താങ്ക് യു.